എന്താ ഒരു വല്ലാത്ത ചിരി? എന്ത് പറ്റി രണ്ടുപേർക്കും? ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ ഏഞ്ചൽ. മേരി ക്രിസ്മസ്. എന്താ അത്? ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു ആനിമ. ഏഞ്ചൽ, എബി വരുമ്പോ ഞങ്ങൾ നിന്നെ വിളിക്കും. ഇതണിഞ്ഞു വേണം നീ ഇറങ്ങി വരാൻ. ഡോക്ടറെ വിളിക്കും. ലൈൻ കിട്ടുന്നില്ല. നീ വേഗം ഒരു ടാക്സി വിളിക്ക്. കം ഓൺ ഫാസ്റ്റ്. അനിമ, അയ്യോ കുതിച്ചാല സാറേ, ഇതുവഴി പോവില്ല, ലിസ്റ്റ് വഴി പോയാലോ? ഇതൊക്കെ ഒരു രസമല്ല ചേട്ടായി, ഞാനിപ്പോ വരാട്ടോ. നാട് റോഡിൽ നിന്നുള്ള അഭ്യാസം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഏഞ്ചൽ, അനിമ, ഓ സർപ്രൈസ് ആണോ? ഞാൻ വന്നു. അനിമ, മേഴ്സിയമ്മ, സർപ്രൈസ് വേണ്ട, ഞാൻ വന്നു. ആനിമ, മസിമ, ഞാൻ കണ്ടുപിടിക്കും. ഏഞ്ചൽ, 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 അനിമ, ഏഞ്ചൽ എവിടെ? ഹേ, ശരിക്കും സർപ്രൈസ് ആണല്ലേ? അനിമ, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, വേഗം വാ. അനിമ, ഏഞ്ചൽ, ഒന്ന് പറ, ആരാ?
വന്നോ? ഹെബി വരുമ്പോ സർപ്രൈസ് തരാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നതിന്റെയാ ഈ കാണുന്നത്. ഇയാളെന്താ ഇങ്ങനെ? മേഴ്സിമ എവിടെ? മേഴ്സിമ എവിടെ? മേഴ്സിമ? Oh God! അയ്യോ കൊണ്ടുപോണ്ടെന്ന് പറ. എന്റെ മാസിയെ കൊണ്ടുപോകേ. എന്റെ മാസിയെ കൊണ്ടുപോകേ. അയ്യോ എന്റെ മാസി. അവനാണ് സാറേ. വണ്ടിയിലോട്ട് കയറ്. എനിക്കൊന്നും അറിയില്ല. നിന്നെ സാറ് വിളിക്കണു. എണീറ്റ് വാ. സർ, എബി അവനൊരു പാവാണ് സർ. അവൻ പാവാണെന്ന് നിങ്ങൾ പറഞ്ഞ പോരല്ലോ. അത് ഞങ്ങൾ കൂടി ബോധ്യമുണ്ടേ. അതിനല്ലേ ഞങ്ങൾ അവനവിടെ കൊണ്ടുവന്നേ. എന്താ കാര്യമെന്ന് ചോദിച്ചറിയട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തേ സർ? മിസ്റ്റർ സൈമൺ ഇപ്പൊ പൊക്കോളൂ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. പോരെ? മിസ്റ്റർ സൈമൺ. ആ എബി, നടന്ന എന്താണെന്ന് പറയാത്തോണ്ട് ഒന്ന് പൊട്ടിക്കേണ്ടി വന്നു സാർ. പൊട്ടിക്കാൻ എന്താടോ പടക്കോ? അതാ പോ. അനിയ, എന്താ അനിയ സംഭവിച്ചത്? ആ ഉള്ളത് പറ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. അനിയൻ കാര്യം പറഞ്ഞാലല്ലേ അത് എനിക്ക് കൂടി മനസ്സിലാവുള്ളൂ. ശരി, ക്രിസ്മസിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് എപ്പോഴാണെന്നാ പറഞ്ഞേ? ലാസ്റ്റ് ബോട്ടിന്. എന്തിന്? നാട്ടിൽ അനിയൻ ആരൊക്കെയുണ്ട്? പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയുടെ കൂടെ നിൽക്കാതെ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് തിടുക്കപ്പെട്ട് വരാനുള്ള കാരണം? അത് ഞാൻ പറ അനിയ. വരാൻ പറഞ്ഞിരുന്നു. ആര്? മസീമ. മസീമ എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് റേപ്പ് ചെയ്ത് കൊല്ലാൻ തോന്നിയത്? കഷ്ടം. ഞാൻ ചെയ്തിട്ടില്ല സാർ. ഞാൻ ചെയ്യില്ല സാർ. മസീമ എന്റെ അമ്മ തന്നെയായിരുന്നു സാർ. ഞാനല്ല സാർ. ഞാനല്ല സാർ. ഇതാ തന്നെയെന്ന്
നമ്മ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഡോണയും കണ്ടു. അവനാര മോൻ വന്ന അന്ന് എന്റെ വീട്ടിൽ വന്ന് ഡോണയെ ട്രാക്കിലാക്കാൻ ട്രൈ ചെയ്തവനാ. ഇതൊന്നും അല്ലെന്നേ. ആന്റി വേണോ ഏഞ്ചൽ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ചുള്ളണെന്നാ കേട്ടെ. ഭാഗ്യവാൻ. എനിക്ക് പാലസ് പോയിട്ട് ഒന്ന് സായിപ്പിനെ കാണാം. എന്നിട്ട് പറയടാ. അത് നമ്മ പറഞ്ഞല്ലോ സാറേ, ആ ചെക്കനാണ് ശരിയല്ല. കേട്ടോ സാറേ, മുമ്പൊരിക്കല് ആ ചത്തുപോയ പെണ്ണുണ്ടല്ല മേഴ്സി, അവളെയും ബൈക്കിലെടുത്ത് ഈ ചെക്കൻ എറണാകുളത്തോ മറ്റോ എന്തോ ഇടപാടിന് പോയച്ചും വരുമ്പോ നമ്മ ഒന്ന് ചോദിച്ചു പോയി. വേണ്ടേ സാറേ? നമ്മ അയൽവക്കത്ത് ജീവിക്കണവരല്ലേ. നമ്മ ഒന്ന് ചോദിച്ചതും ഈ ചെക്കൻ നമ്മുടെ പക്കട്ട് കയറി. ഓ, എന്തൊരടി ആ ദുഷ്ടൻ അടിച്ചേന്നാ. നാളൂറായി അവിടെ എന്തോ ഇടപാട് നടക്കണ്ട നമ്മ അറിയണുണ്ട്. ചോദിക്കാനും പറയാനും നിന്നാ നമ്മ കുറ്റക്കാരാവും സാറേ. എന്തിനാ വെറുതെ ഇടങ്ങേറുണ്ടാക്കണ? മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ സാറേ? പിന്നെ പിന്നെ അപ്പോ എബി റോസ് വില്ലയിലേക്ക് കയറി പോകുന്നത് കണ്ടത് എത്ര മണിക്കെന്നാ നീ പറഞ്ഞ? 8 മണിക്ക്. നീ ഓടി ചോദിച്ചത് കേട്ടില്ലേ? 9:30. എടി, ഇവളെന്താടാ കള്ളം പറയുന്നേ? നീ പറയുന്നു 8 മണി, ഇവൾക്ക് 9:30. ഇനിയിപ്പോ നീയാണോ കള്ളം പറയുന്നേ? ഏതാ ശരി? അത് പിന്നെ 8 കഴിഞ്ഞാ 8:30 അല്ലേ? 8:30 കഴിഞ്ഞാ 9, 9 കഴിഞ്ഞാ പിന്നെ 9:30 ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ 10 ആവും, 10:30 ആവും. അപ്പോ 8 മണിക്ക് നീ ആരെ റോസ്വില്ലേ കണ്ടിട്ടുണ്ടല്ലോ, അതാരാ? സത്യമായിട്ട് നമ്മ ആരും കണ്ടിട്ടില്ല. പെട്ടു നിന്നിട്ട് അവന്റെ കൊണച്ച കോലുകളി. സത്യം പറഞ്ഞോ? മോങ്ങരുത്, സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ ചവിട്ടത്തെ ചുമരിൽ പടം വരയ്ക്കുന്നുണ്ട്. മാമാപ്പണി ചെയ്ത് ഇത് മാന്യമായി ജീവിക്കുന്ന പെമ്പിടയുടെ കുടുംബത്തിക്കാര് കളിച്ചു തുടങ്ങിയാടാ നായെ. റോസ്വില്ല കയറിയതേ ആരാണെന്ന് ഡോണ പറഞ്ഞു. അവന്റെ ജാതകം ഞാൻ എഴുതിക്കോളാം, ഹെൻറിയുടെ. എബി, പേടിയാണ് എനിക്ക് ഏഞ്ചലിനെ കുറിച്ച് ഓർക്കുമ്പോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവളെ തനിച്ചാവരുത്.
ഇവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി ഇവളും. പക്ഷെ ഇപ്പോ ഇവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആരുമില്ല. പരസ്പരം തുറന്നു പറയാതെ ഒരുപാട് ഇഷ്ടം നിങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുകയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മാസിയാണ്. നിനക്ക് തരാൻ ഞങ്ങൾ കാത്തുവെച്ച ക്രിസ്മസ് ഗിഫ്റ്റ് ഇവളാണ് എബി, ഏഞ്ചൽ. ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട് ഇവള്. ഇനി അതുണ്ടാവരുത്. നിറഞ്ഞ മനസ്സോടെ ഞാൻ തരികയാണ് നിനക്കിവളെ. എബി വേണ്ട, ഇനി ആ ഹോട്ടലിലെ ജോബിന് എബി പോവണ്ട. അവിടെ എല്ലാവരും ആൻഡ്രോയിഡ് ആളുകളാ. എനിക്ക് പേടിയാവുന്നു എബി, പ്ലീസ്. എന്നതായി പറയുന്നേ? ഇങ്ങനെ പേടിച്ചിരിക്കാൻ നമ്മൾ എന്നാ തെറ്റാ ചെയ്തേ? പ്ലീസ്, ഇത്ര കാലം കാത്തു പിടിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ ഒന്നുമില്ല, നമുക്കൊന്നും സംഭവിക്കില്ല. ഇനിയൊന്നും നമുക്ക് നഷ്ടപ്പെടരുത്. ഇനി വെറുതെ ഓരോന്ന് പറഞ്ഞ് ആനിയമ്മയെ കൂടെ വിഷമിപ്പിക്കണ്ട. പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ് എബി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കോപ്പ് ഇപ്പൊ പടി മേടിച്ചാലുള്ള പന്നി. എഞ്ചാടാ ലേറ്റ് ആയത്. ആരുടെ കണ്ണിപ്പെടാണ്ടെങ്കിൽ എത്തണ്ടേ ബായി? ആ അതെ ബായി, ബായി എങ്ങനെയും പൊക്കെ അടങ്ങുന്നുള്ള കലിപ്പിലായി എസ് കൊണാപ്പൻ. ആള് ബോംബാണ്ട. ബായിയെ പൊക്കിയ നമ്മയും പൊക്കും. ബായി, ആ പന്നിയുടെ മോള് ഡോണ അവള് പോയിട്ടാ നമ്മുടെ കഞ്ഞൂടിയാ മുട്ടിയത്. ബായി, റോസ് വില്ലയിലേക്ക് ഒന്നുകൂടി ഒന്ന് കയറി ബായി. ഇപ്പോഴാകുമ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. മേഴ്സിയല്ലേ ചത്തുള്ളൂ. ഏഞ്ചൽ ഇപ്പോഴോടെ ഉണ്ടട്ടാ. ബായി ഒരു കിളിക്കുഞ്ഞിനെ പോലെ അതിനെ എടുത്തിങ്ങ തന്നാ മതി. ഈ എട്ടി ജീവിച്ചോളാം. ശവം, നീ എന്താ കരുതിയത്? കള്ളിന് കഞ്ചാവ് കലക്കി തൊന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ നീ. പേഴ്സ് എനിക്ക് ഇഷ്ടമായിരുന്നടാ. ആ നീറ്റില് ചക്കിയത് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ബായി, അത് അറക്കും ഞാൻ. എണീറ്റ് പോടാ ചവമേ. ഹലോ, പറയൂ ഭായി. ആ എന്തായി? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഭായി, നമ്മ ഈ സീൻ വിടാണ്. നിങ്ങ ഞാൻ അങ്ങാട് പറയണത് കേട്ടാ മതി. ആ സ്കൂട്ടാവണം. വേണ്ട ഭായി, അത് റിസ്ക് ആണ്. നിങ്ങ ഒരു ബോട്ടിംഗ് കാർഡ് വിട്ടാ മതി. ആ ആരാ പത്തി? വെളിച്ചത്തോട് വാടാ, വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, വാടാ.